ഓം ശാന്തി. ബാബയ്ക്ക് സമാനം കരുണാഹൃദയനായി എല്ലാവരെയും പവിഴബുദ്ധിയാക്കുവാനുള്ള സേവനം ചെയ്യണം. ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് എൻ്റെ ബ്രാഹ്മണ ജീവിതത്തിലെ അമൂല്യമായ പ്രാപ്തികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. ഈ ബ്രാഹ്മണ ജന്മത്തിൽ എനിക്ക് ബാബയിൽ നിന്നും എന്തെല്ലാം പ്രാപ്തികളാണ് ലഭിച്ചിട്ടുള്ളത്? ദയയുടെ സാഗരനായ എൻ്റെ പരംപിതാ പരമാത്മാവിനോട്, എൻ്റെ പ്രിയപ്പെട്ട ബാബയോട് ഞാൻ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുകയാണ്. ബാബ എനിക്ക് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തന്ന് എല്ലാ അലച്ചിലുകളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഏതൊരു ഭഗവാനെ പ്രാപ്തമാക്കുവാൻ വേണ്ടിയാണോ ഞാൻ അവിടിവിടങ്ങളിലായി അലഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ പലരോടും ആ ഭഗവാനെ കുറിച്ച് അന്വേഷിച്ചു. എന്നാൽ ആർക്കും തന്നെ എൻ്റെ സംശയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ സാധിച്ചില്ല. എൻ്റെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരവും ലഭിച്ചില്ല. എന്നാൽ ആ അച്ഛനായ ഭഗവാൻ സ്വയം എൻ്റെ അടുക്കൽ വന്ന്
ആത്മാവായ എന്നെക്കുറിച്ചും പരമാത്മാവിൻ്റെയും പരിചയം സ്പഷ്ടമായി മനസ്സിലാക്കി തന്നു. ശാന്തിയുടെ നിറഞ്ഞ ഭണ്ഡാരമായ എന്റെ വീടിനെ കുറിച്ചും ഞാൻ തിരിച്ചറിഞ്ഞു. ഏതൊരു ശാന്തി തേടിയാണോ ഞാൻ അലഞ്ഞുകൊണ്ടിരുന്നത്, എന്റെ ആ ശാന്തിധാമമാകുന്ന വീട്ടിലേക്ക് പോകുവാനുള്ള വഴി പറഞ്ഞു തന്ന് ശാന്തിയുടെ ഗഹനമായ അനുഭവം ചെയ്യിപ്പിച്ച് എന്റെ പരമപിതാ പരമാത്മാ സദാകാലത്തേക്ക് ശാന്തിക്ക് വേണ്ടിയുള്ള അലച്ചിലിൽ നിന്നും എന്നെ മുക്തനാക്കി. എന്റെ എല്ലാ അശാന്തിയും സമാപ്തമായിരിക്കുന്നു. ഹൃദയത്തിൽ നിന്നും എന്റെ പ്രിയപ്പെട്ട ബാബയ്ക്ക് കോടി കോടി നന്ദി പറയുകയാണ്. ഞാൻ മനസ്സുകൊണ്ട് പ്രതിജ്ഞയെടുക്കുന്നു. ദയയുടെ സാഗരനായ എന്റെ ബാബ എന്നെ എല്ലാ അലച്ചിലുകളിൽ നിന്നും മോചിപ്പിച്ചു. അതുപോലെ ഞാനും ബാബയ്ക്ക് സമാനം ദയാഹൃദയനായി അലയുന്ന എന്റെ ആത്മസഹോദരങ്ങൾക്ക് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്ത് പലയിടങ്ങളിലായുള്ള അവരുടെ അലച്ചിലുകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മോചിപ്പിക്കുകയാണ്. ബാബയുടെ കൂടെ നിന്ന് ബാബയുടെ സഹയോഗിയായി ഈ കാര്യത്തെ സമ്പന്നമാക്കുക എന്നുള്ളത് എൻ്റെ ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്, കർത്തവ്യമാണ്. ഈ ലക്ഷ്യത്തെ സബലീകരിക്കുവാനും
ഈ കർത്തവ്യത്തെ പൂർത്തീകരിക്കുവാനുമുള്ള സങ്കല്പം എടുത്തുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി ഒരു പാർക്കിലേക്ക് പോവുകയാണ്. അവിടെ ധാരാളം ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. ഞാൻ ഈ പാർക്കിൽ നിന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പരമപിതാ പരമാത്മാവിനെ ആഹ്വാനം ചെയ്യുന്നു. ഞാൻ സ്വയം എൻ്റെ പ്രിയപ്പെട്ട ബാബയുടെ ഛത്രഛായയ്ക്ക് താഴെയാണെന്നുള്ള അനുഭവം ചെയ്തുകൊണ്ട് ഇവിടെ ഉപസ്ഥിതരായിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും പരമാത്മാ സന്ദേശം നൽകുന്ന കർത്തവ്യം പൂർത്തീകരിച്ചുകൊണ്ട് പരമാത്മാവിന്റെ ഓർമ്മയിൽ മുഴുകുകയാണ്. മനസ്സിന്റെയും ബുദ്ധിയുടെയും കണക്ഷൻ എൻ്റെ പ്രിയപ്പെട്ട പിതാവിനോട് തന്നെ ബന്ധിച്ചുകൊണ്ട് ബാബയുടെ സർവശക്തികളുടെയും അത്യുജ്വലമായ പ്രവാഹം എന്നിലേക്ക് സ്വീകരിക്കുകയാണ്. എനിക്ക് ചുറ്റും ശക്തികളുടെ വളരെ സുന്ദരമായ ഒരു ഓറ നിർമ്മിക്കപ്പെടുകയാണ്. എനിക്ക് ചുറ്റും ശക്തികളുടെ ഒരു സുന്ദരമായ പ്രഭാവലയം രൂപപ്പെടുകയും ആ പ്രകാശം ദൂരെ ദൂരേക്ക് പരന്നുകൊണ്ടിരിക്കുന്നു. ഈ ശക്തികളുടെ വൈബ്രേഷൻ ഈ പാർക്കിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ആത്മാക്കളിലും എത്തി അവരെ ആനന്ദത്താൽ നിറച്ചുകൊണ്ടിരിക്കുന്നു. സർവശക്തികളുടെയും ദിവ്യമായ പ്രഭാമണ്ഡലത്തോടൊപ്പം ആത്മാവായി ഞാൻ
ഇപ്പോൾ പതുക്കെ പതുക്കെ മുകളിലേക്ക് ഉയരുകയാണ്. എനിക്ക് ചുറ്റും നിർമ്മിതമായിരിക്കുന്ന ദിവ്യമായ പ്രഭാമണ്ഡലം ആ പാർക്കിൽ ഉപസ്ഥിതരായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും മുകളിലേക്ക് ആകർഷിക്കുകയാണ്. എല്ലാ നിരാകാരി ആത്മാക്കളും എന്നോടൊപ്പം മുകളിലേക്ക് തന്റെ യഥാർത്ഥമായ വീട്ടിലേക്ക് ശിവബാബയുടെ അരികിലേക്ക് പോവുകയാണ്. കൊതുകിൻ കൂട്ടത്തെ പോലെ പ്രകാശിക്കുന്ന മുത്തുകളുടെ ഗ്രൂപ്പ് തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ സർവശക്തികളുടെ ഛത്രഛായയ്ക്ക് താഴെ ഇരുന്നു കൊണ്ട് അസീമമായ ആനന്ദത്തിന്റെയും സുഖത്തിന്റെയും അനുഭൂതി ചെയ്യുന്നു. സാകാര ലോകവും കടന്ന് സൂക്ഷ്മപതനത്തിനുമപ്പുറത്തുള്ള പരന്ധാമത്തിൽ ഇപ്പോൾ എല്ലാവരും നിൽക്കുകയാണ്. മഹാജ്യോതിയായ ശിവപിതാവും ബാബയുടെ സമീപത്തിൽ ഉപസ്ഥിതരായിരിക്കുന്ന അസംഖ്യം തിളങ്ങുന്ന നക്ഷത്രങ്ങളും എത്ര ശോഭനീയമാണ് ഈ കാഴ്ച. എത്ര സുന്ദരമാണ് ഈ അനുഭവം. എൻ്റെ എല്ലാ ആത്മസഹോദരങ്ങളെയും തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ശിവപിതാവുമായി കൂടിക്കാഴ്ച നടത്തിക്കുന്നതിൻ്റെ ആത്മാക്കളുടെയും പരമാത്മാവിൻ്റെയും മംഗളമിലനത്തിന്റെ ആഘോഷം നടക്കുന്നത് കണ്ട് ഞാൻ അത്യധികം സന്തോഷിക്കുകയാണ്. ബിന്ദുവായ ബാബ തന്റെ സർവശക്തികളുടെയും കിരണങ്ങളാകുന്ന കരങ്ങൾ കൊണ്ട് എല്ലാ ബിന്ദു ആത്മാക്കളെയും
ആലിംഗനം ചെയ്ത് അവരിലേക്ക് അതിരറ്റ സ്നേഹത്തിന്റെ മഴ പെയ്യിക്കുകയാണ്. എൻ്റെ പരമപിതാവിൽ നിന്നുള്ള അനിർവചനീയമായ ലാളന, പാലന അനുഭവിച്ചുകൊണ്ട് സർവശക്തികളാലും നിറയ്ക്കപ്പെട്ട് എൻ്റെ അച്ഛനിൽ നിന്നും ജന്മജന്മങ്ങളായി അകന്നിരുന്നതിൻ്റെ ആത്മദാഹത്തെ ശമിപ്പിച്ച് തൃപ്തരായി എല്ലാ ആത്മാക്കളും സാകാരി ലോകത്തിലേക്ക് അവരവരുടെ സാകാര ശരീരത്തിലേക്ക് തിരികെ പ്രവേശിക്കുകയാണ്. ഞാനും തിരികെ എൻ്റെ സാകാര ശരീരത്തിൽ പ്രവേശിച്ച് ബ്രാഹ്മണ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. തന്റെ പിതാവായ പരമാത്മാവുമായിട്ടുള്ള മിലനം ആഘോഷിച്ചതിന്റെ സുഖം, സന്തോഷം, ഇതെല്ലാം എല്ലാവരുടെയും മുഖത്ത് ഞാൻ സ്പഷ്ടമായി കാണുന്നു. എല്ലാവരുടെയും മുഖത്ത് ദിവ്യമായൊരു പുഞ്ചിരി എനിക്ക് കാണാൻ സാധിക്കുന്നു. അവർ പാടുകയാണ്, കിട്ടാനുള്ളതെന്തോ അതെല്ലാം ലഭിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി എന്തുണ്ട് നേടാൻ? എൻ്റെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്ത് സദാകാലത്തേക്കുള്ള അവരുടെ അലച്ചിലുകളിൽ നിന്നും മോചിപ്പിച്ച് എൻ്റെ കർത്തവ്യത്തെ ഞാൻ പൂർത്തിയാക്കുന്നു. ഞാൻ ശരീര നിർവഹാർത്ഥം കർമ്മം ചെയ്യുന്നതിന് വേണ്ടി കർമ്മക്ഷേത്രത്തിലേക്ക് തിരികെ വരികയാണ്.
मुझे प्रभु ने पसंद कर लिया, खुशियों से दामन भर दिया। मुझे प्रभु ने पसंद कर लिया, खुशियों से दामन भर दिया। ये जिंदगी उसकी हो गई, मेरे मन की कलियां खिल गई। मुझे प्रभु ने पसंद कर लिया, खुशियों से दामन भर दिया। अब तो बरसे मन की ज़मीं पे दुआओं की बरसात है। खिल उठा है दिल का गुलशन, मधुर मिलन दिन रात है। हर चाहत मेरी दिल नशी हो गई, जैसे चंदा से चांदनी छा गई। मुझे प्रभु ने पसंद कर लिया, खुशियों से दामन भर दिया। मुझे प्रभु ने पसंद कर लिया, खुशियों से दामन भर दिया। नैनों में वो रूबरू है, कितनी हंसी मुलाकात है। हम नवा वो हम सफर है, वो हमेशा साथ है। दिल की लगन ऐसी जो लगी, खुशियाँ ही खुशियाँ मिल गई। मुझे प्रभु ने पसंद कर लिया, खुशियों से दामन भर दिया। मुझे प्रभु ने पसंद कर लिया, खुशियों से दामन भर दिया। ये जिंदगी उसकी हो गई, मेरे मन की कलियां खिल गई। मुझे प्रभु ने पसंद कर लिया, खुशियों से दामन भर दिया।